അമ്മേ, ശരിക്കും മാവേലി ഭരിച്ചാല് എന്ത് രസമല്ലേ? കള്ളവുമില്ല, ചതിയുമില്ല, ജപ്തിയുമില്ല. അന്നോടാരാ ജപ്തിക്കാര്യം പറഞ്ഞ്? അമ്മ പ്രവീണങ്ങളോട് ഫോൺ ചെയ്തത് ഞാൻ കേട്ടു. ഓ, മറ്റുള്ളവന്റെ വായിന്ന് വീഴുന്ന നോക്കി നടന്നോ, തന്തേന്റെ മാതിരി. കുട്ടികളുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതെങ്ങനെയാ? തന്തേന്റെ കൂടെയല്ലേ കൂട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ടേം പൂർത്തിയാക്കുന്നതിന് മുൻപ് പുഞ്ചിരിയിൽ അജി PSC കിട്ടിപ്പോയെങ്കിലും അജിക്ക് ഈ വാർഡിലെ ഓരോ കുടുംബവുമായും നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പോരെങ്കിൽ ഇതവരുടെ ഉറച്ച വാർഡും. പുഞ്ചിരിയിൽ അജിക്ക് കിട്ടിയ 300 ചില്ലുവാനും വോട്ടിൻ്റെ ഭൂരിപക്ഷം ഓന് കിട്ടിയ പേഴ്സണൽ വോട്ട് കൂടിയാണ്. എങ്കിലും ഒരു 200 വോട്ടിൻ്റെ മെജോറിറ്റി കണ്ണു അടച്ച് ഇവിടെ KNCക്കുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവരും അഭിപ്രായം പറയണം. സക്രിയാണ് അവരുടെ സ്ഥാനാർത്ഥി എന്നാണ് കേൾക്കുന്നത്. സക്കറിയ അജി മെമ്പർ പോലെ തന്നെ ആൾ ഉഷാറാ, ജനകീയനാണ്. ഓൻ വെറും കുപ്പായിട്ട് എടുക്കണോന്നല്ല, ഓൻ നല്ലൊരു വർക്കറാ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണം. വേണം. എല്ലാറ്റിനും ഉപരി നമുക്കുള്ള ആനുകൂല്യം എന്നത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണെന്നുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ട്രെങ്ത്തും ഈ 4-ാം വാർഡിൽ നമുക്ക് ഫോക്കസ് ചെയ്യണം. 60% വനിതാ വോട്ടർമാരുള്ള ഈ വാർഡിൽ ഉശിരുള്ളൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കാമെന്നുള്ള തരത്തിൽ പാർട്ടിയിൽ ചർച്ച വന്നത് അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ബ്രാഞ്ചിലെ വനിതാ അസോസിയേഷൻ അംഗങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഖാവ് സുലോചനയും നഫീസും പറയുന്ന ഒഴിവു കഴിവുകൾ പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. സഖാവ് പ്രസീതയുടെ അവസ്ഥ പാർട്ടിക്ക് മനസ്സിലാവും. അവര് പ്രഗ്നന്റ് ആണല്ലോ. അതിനിപ്പോ എന്താ സഖാവേ? ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴേക്കും ചേച്ചിക്ക് മാസം എത്രയാവും കരുതിയിട്ടാ? അല്ല, അതും നോക്കണമല്ലോ. ഏത് ഗർഭോ? അതൊരു രോഗമൊന്നുമല്ലല്ലോ. പിന്നെ ശാരീരികമായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിന് ഇവരൊക്കെ ഒപ്പില്ലേ? ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പെറും. പ്രസീത സഖാവ് സീരിയസ് ആയിട്ടാണോ പാർട്ടി യോഗത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്? ഓള് സീരിയസ് ആയിട്ടല്ല, അതൊന്നും പറയില്ലല്ലോ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കും. ഈ
വാർഡിൽ എനിക്ക് തമ്മിൽ അറിയാത്ത ആരാ ഉള്ളത്? സഖാവ് പ്രസീതയുടെ ആത്മാർത്ഥതയും താല്പര്യത്തെയും പാർട്ടി നേരാൻ വണ്ണം ചർച്ച ചെയ്യട്ടെ. മേൽഘടകത്തിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം നമുക്ക് ഉടൻ ഒരു തീരുമാനത്തിലെത്താം. ആ തീരുമാനം കറക്റ്റ്. നിങ്ങളെ മൂട്ടലും കൂടെ ബാക്കിയുള്ളൂ. കെട്ടിയനെ ഒഴിവാക്കി ജപ്തിന്റെ ബാധ്യതയും ഇപ്പതാ ഇലക്ഷന് സ്ഥാനാർത്ഥിയും. ഈ പേര് കാലത്തിനിടെ ആ സീതപ്പെണ്ണ് തലേ കയറ്റിയ വല്യടങ്ങാറാ ഇതൊക്കെ. നീ ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാതെ സംസാരിക്കരുത് സുലു. ഒറ്റയ്ക്കിരുന്ന് കള്ളു കുടിക്കുന്നത് കറക്റ്റാണോ? സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമി. നമുക്കിതന്നുമിന്നുമെന്നുമെന്നുമെങ്ങുമേ. ഇത്ര സമത്വം മതി. ഇത്ര സമത്വം വേണ്ടായിരുന്നു. അത്താഴം വിഭവസമൃദ്ധമാണ് കേട്ടോ. ഒറ്റയ്ക്കുള്ള താമസം സഖാവിനെ മികച്ചൊരു കുക്കാക്കിയിട്ടുണ്ട്. പ്രസീത സഖാവിന്റെ ആർജവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പുതിയ കാലമല്ല സഖാവേ, ആകെ മാറിയ ഭാവുകത്വമാണ്. ഓരോ മനുഷ്യനും അടിമുടി രാഷ്ട്രീയമാവുന്ന കാലം. ശരിയാണ് സഖാവേ. സഖാവിന് ഇത്തിരി കഞ്ഞോട് എടുക്കട്ടെ? വേണ്ട, മതി. ഓവറാവണ്ട, ഇതാ പാകം. അമ്മ എന്താ കഞ്ഞി കുടിക്കാഞ്ഞത്? വിശപ്പില്ല മോളെ. അമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ കുഞ്ഞാവയ്ക്ക് വിശക്കില്ലേ? കുഞ്ഞാവ കരയില്ലേ? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ ഇലക്ഷന് മത്സരിക്കാൻ പോവാ? അമ്മ, നമുക്കിപ്പോ ആരാ ഉള്ളത് കുഞ്ഞേ? ഒറ്റയ്ക്കാവാൻ പറ്റുമോ? നിങ്ങൾ എന്നെ പറവമ്മ, ഇനി നമ്മളെന്ത് ചെയ്യണം? 3 ലക്ഷം ഉറുപ്പ്യ, അതിൻ്റെ പലിശ വേണം. ഒരു ഉറുപ്പ്യ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വിജയേട്ടാ, ഭരണസമിതിനെ വിളിച്ച് മുഹമ്മദാക്ക കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് നിങ്ങളെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് എന്ത് കാര്യ പ്രവീണേ? ഞാൻ ഒരു സെക്രട്ടറി അല്ലേ? എന്നാലും ഇത് കുറച്ച് ഓവറാ. ജപ്തിയായ മുതലല്ലേ? സെക്രട്ടറിയെ, നിങ്ങൾ ബേജാറാവണ്ട. ഏതായാലും ഈ ബാങ്ക് ഉണ്ടാക്കിയത് പാർട്ടിയല്ലേ. ആ പാർട്ടി ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് തന്നെയാണ് വളർന്നത്. നിങ്ങളെനിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കണം അമ്മക്ക. നിങ്ങൾ ബേജാറാവണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കേ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. പ്രസീതയാണ് സ്ഥാനാർത്ഥി അല്ലേ? ഇവിടെ തീരുമാനമായിട്ടുണ്ട്. DC-ന്ന് കൺഫർമേഷൻ വന്നാലേ പ്രഖ്യാപിക്കാൻ പറ്റൂ. പിന്നെ ഞാനെന്ത് പറയാനോ അമ്മക്ക? ആ, ഉമ്മക്ക് ശരിയാക്കാന്ന്. ICP സിന്ദാബാദ്. സഖാവ് പ്രസിദ്ധക്ക് അഭിവാദ്യങ്ങൾ. സഖാവ് പ്രസിദ്ധക്ക് അഭിവാദ്യങ്ങൾ. വൈകിട്ടത്തെ റാലിക്ക് ഒരു കുറവ് സംഭവിക്കരുത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും. ദാസടാ, നീ വേണം എല്ലാ കാര്യങ്ങളെല്ലാം നോക്കാൻ കേട്ടോ. നിങ്ങൾ അകത്തുണ്ടായിരുന്നോ? പുറത്താരും കണ്ടില്ലല്ലോ. പ്രകടനമൊക്കെ വൈകിട്ട് അങ്ങാടിയിലാക്കാന്ന് വെച്ചു. നിങ്ങളുടെ വാർഡല്ലേ, കോൺഫറൻസ് കൂടും. അതൊന്നുമല്ല പ്രവിയെ, നമ്മൾ ആരെയും കുറച്ച് കാണുന്നില്ല. അന്നോട് ഡയലോഗ് അടിച്ചെന്നാ നേരെ പോവും. ഞങ്ങൾ അങ്ങോട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പ്രസിദ്ധേച്ചി. താങ്ക്സ്. ഇവരെന്ത് കണ്ടിട്ടാണിത്? ഓലൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റാ മോനെ. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവും. നീ കണ്ടു. Oh
തിരുവാല ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം കെ പ്രസിദ്ധ എന്ന ഞാൻ ഭരണഘടനയും നിയമവും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ഭീതിയോ പ്രീതിയോ പക്ഷപാതമോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് മിസ്സസ് പ്രസിദ്ധ. യുവജനങ്ങൾ